വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കയ്യിലൊരു പ്ലസ് ടുവും മനസ്സിലൊരു പാഷനും ഉണ്ടോ, നിങ്ങൾക്ക് നല്ല മികച്ച ഒരു കരിയർ സ്വന്തമാക്കാൻ സാധിക്കും. പലരുടെയും സംശയമാണ്, ഞാൻ പ്ലസ് ടു മാത്രമേ പാസ്സായിട്ടുള്ളൂ അല്ലെ. പല വീട്ടമ്മമാരുടെയും ഒരു സംശയമാണ്, പ്ലസ് ടു മാത്രമേ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളൂ, എനിക്ക് ഇനി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, മുന്നിലുണ്ടോ, ഏജ് ഓവറായി, എനിക്കിനി ഒരു ജോബ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ്. അതും ഒരു പക്ഷേ അവർക്ക് വീടിന് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുള്ളവരും ആയിരിക്കും. അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, കയ്യിലൊരു പ്ലസ് ടു ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന കരിയർ പടുത്തുയർത്താൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അവിടെ നിങ്ങളുടെ ഏജ് ഒരു പ്രോബ്ലം അല്ല എന്നതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. വ്യക്തമായിട്ട് കേൾക്കുക. നോക്കൂ, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ സാധിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ നോക്കൂ, കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ അവരുടെ സൈക്കോളജി, അതുപോലെ സ്വതന്ത്രമായ പഠന രീതി, പണ്ടത്തെ പഠന രീതി ഒന്നുമല്ല, സ്വതന്ത്രമായിട്ടുള്ള പഠന രീതി, അതുപോലെ അതിൽ അധിഷ്ഠിതമായ ഒന്നാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും സ്വതന്ത്രമായ പഠന രീതിയിലും. അപ്പൊ നമുക്ക് അമ്മമാർക്കൊക്കെ ആരെ ഇഷ്ടമാണ്, കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കരിയർ പടുത്തുയർത്താം. എന്തൊക്കെ കരിയർ സാധ്യതകളാണ് ഇതിനുള്ളത് എന്നുള്ളത് അറിയാമോ? ധാരാളം ഓപ്പർച്യൂണിറ്റികളാണുള്ളത്. മോണ്ടിസോറി സ്കൂളുകൾ ധാരാളമുണ്ട്, അതുപോലെ ഇന്റർനാഷണൽ സ്കൂളുകൾ, അതുപോലെ വിദേശത്താണ്, നിങ്ങൾ വീട്ടമ്മമാരാണെങ്കിൽ വിദേശത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ജോബ് കരസ്ഥമാക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ സ്റ്റഡിന്റെ പോലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം 60-ൽ പരം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോണ്ടിസോറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പ്ലസ് ടു അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി ഉണ്ട്, ക്വാളിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ നിലവാരം കൂടുന്നതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റിയുടെ നിലവാരവും കൂടും. അപ്പൊ ഹൈ സാലറി പാക്കേജിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. പ്ലസ് ടു മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് നിങ്ങൾക്ക് സാലറി കുറയും എന്നതിൽ അർത്ഥമില്ല കേട്ടോ. നിങ്ങൾക്ക് ഹൈ സാലറിയിൽ വിദേശ രാജ്യങ്ങളിലും അതുപോലെ ഇന്റർനാഷണൽ സ്കൂളുകളിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽ എങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് എന്നതിനെയൊക്കെ ബേസ് ചെയ്തും ഇതിരിക്കും കേട്ടോ. അപ്പൊ അത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, എനിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, അവിടെയുണ്ട് സാധ്യതകൾ. എന്താണ്, സ്വന്തമായി ഒരു ഹോം ബേസ്ഡ് പ്ലേ സ്കൂളോ ഡേ കെയറോ ആരംഭിക്കാം അല്ലെ. വർക്ക് ചെയ്യുന്ന അമ്മമാര് അവരെ കുട്ടികളെ ഇങ്ങനെയുള്ള കെയർ സെന്ററുകളിൽ എന്ത് ചെയ്യും, നമ്മളെ ഏൽപ്പിക്കും അല്ലെ. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കാം, അതുപോലെ കൗൺസിലിങ്ങും നൽകാൻ സാധിക്കും. അപ്പൊ നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. നമ്മൾ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം അല്ലെ. ഇനി ആർക്കൊക്കെയാണ് ഇത് അനുയോജ്യം? കുട്ടികളെ സ്നേഹിക്കുന്നവർ, എല്ലാവർക്കും കുട്ടികളെ ഇഷ്ടമാണ് അല്ലെ. കുട്ടികളെ സ്നേഹിക്കുന്നവർക്കും അധ്യാപനത്തിൽ താല്പര്യം വേണം, അതാണ് പ്രധാനം. അധ്യാപനത്തിൽ താല്പര്യം വേണം. വീട്ടമ്മമാർക്ക് ഇതൊരു മികച്ച വരുമാന മാർഗമാണ്, തീർച്ചയായിട്ടുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അതിന് സാധ്യത വർദ്ധിക്കുകയുള്ളൂ കേട്ടോ. ഇനി ഓൺലൈൻ യോഗ ഇൻസ്ട്രക്ടർ. ഇപ്പൊ യോഗ ഇല്ലാത്ത ഏത് മേഖലയാണുള്ളത്? കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ, അവരെ സ്കൂളിൽ പോകുന്ന മുതൽ യോഗ അഭ്യസിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, ആരോഗ്യ സംരക്ഷണത്തിന് ലോകമെമ്പാടും ഇന്ന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അപ്പൊ യോഗ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഇതിന് നിങ്ങളെ സഹായിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ മാർഗമാണ് യോഗ പരിശീലിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ബലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഉന്മേഷം നൽകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങളുടെ കരിയറും സ്വന്തമാക്കാം അല്ലെ. അവിടെ എന്താണ്,
നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ടർ ആകാം. അതിലൂടെ സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ശാരീരികം, മാനസികം, സാമ്പത്തികം, അതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ കരിയർ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു വെൽനസ് കോച്ച് ആകാം, അതുപോലെ പേഴ്സണൽ യോഗ ട്രെയിനർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വീട്ടിലിരുന്ന് എങ്ങനെ ചെയ്യാം, അവിടെയും നമ്മൾ നോക്കണം. ചില ഇൻസ്ട്രക്ടേഴ്സ് എന്ത് ചെയ്യും, അതാത് സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യും. അപ്പൊ നമുക്കിത് വീട്ടിലിരുന്നും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണ്, വീട്ടിലിരുന്നും എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നോക്കാം. സൂം, ഗൂഗിൾ മീറ്റ്, അല്ലെ, ഇതെല്ലാവർക്കും പരിചയമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഈ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഓൺലൈൻ യോഗ ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പഠിക്കുന്നതും എന്തിലൂടെ പഠിക്കാൻ സാധിക്കും, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് യോഗ പരിശീലിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നും യോഗ പരിശീലിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ CCയുടെ യോഗ TTC കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ എവിടെ ഇരുന്നാ പഠിക്കുന്നത്, വീട്ടിലിരുന്ന് ഇതുപോലെ സൂം, ഗൂഗിൾ മീറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് പഠിക്കുന്നത്. അപ്പൊ നോക്കൂ, വീട്ടിലിരുന്ന് ഓൺലൈൻ യോഗ ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ വിദേശത്തുള്ള മലയാളികളെയും മറ്റ് വിദേശികളെയും ലക്ഷ്യമിട്ട് ക്ലാസ്സുകൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മികച്ച വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. എല്ലാവരും നല്ല സ്ട്രെസ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ലോകത്തിലെ സകല ആൾക്കാരും സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുറഞ്ഞ നിക്ഷേപത്തിൽ സ്വന്തം ആരോഗ്യം സംരക്ഷിച്ച് ചെയ്യാൻ കഴിയുന്ന ജോലിയാണ്. അപ്പൊ അവിടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം, അതുപോലെ സാമ്പത്തികമായും അവിടെ ആരോഗ്യം വരികയാണ്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, ജീവിതത്തില് നമുക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് ഓർക്കുക. നോക്കൂ, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ നോക്കൂ എങ്ങനെയാണ്. ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാ മേഖലയിലും ഒരു പ്രശ്നമാണ്, അല്ലെ? അപ്പൊ മികച്ച ആശയവിനിമയ ശേഷി എങ്ങനെ നേടിയെടുക്കാം, മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആശയവിനിമയ ശേഷിയുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യണം, അത് മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ എന്ത് ചെയ്യാം, നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും, അല്ലെ? അപ്പൊ കരിയർ സാധ്യതകൾ അവിടെയും ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫ്രീലാൻസ് ഇംഗ്ലീഷ് ട്രെയിനർ ആകാൻ സാധിക്കും നിങ്ങൾക്ക്. അതുപോലെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ കോച്ച് ആകാൻ സാധിക്കും. ഇതുപോലെ നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഏത് മേഖലയിലും പ്രാധാന്യം ഉള്ള ഒന്നാണ്. ഇനി വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുമോ? ഇതും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? വീട്ടമ്മമാർ, ഉദ്യോഗാർത്ഥികൾ, അതുപോലെ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ എന്നിവർക്കായിട്ട് എന്ത് ചെയ്യാം, ഓൺലൈൻ ബാച്ചുകൾ ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ 1-to-1 സെഷനുകളായോ ഗ്രൂപ്പ് ക്ലാസ്സുകളായോ ഇത് ചെയ്യാൻ സാധിക്കും, അല്ലെ? മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആണിത്, അല്ലെ? നോക്കൂ, ഇനി വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമില്ല ഇതിന്. ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെ? നിങ്ങളുടെ കയ്യില്, എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും, മിക്ക വീടുകളിലും ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ ഒരു മികച്ച കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് ഒക്കെ വാങ്ങാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ അവിടെയും നമുക്ക് മികച്ച ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം എന്നുള്ളതാണ്. അടുത്ത് ഇനിയുണ്ട് AI ടീച്ചിങ് കോഴ്സുകൾ. AI ടീച്ചിങ്, അല്ലെ? ലോകത്തെമ്പാടും ഇപ്പൊ AI ടീച്ചിങ് ആണ്. നോക്കൂ, വിദ്യാഭ്യാസ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്, അല്ലെ? വിദ്യാഭ്യാസ രംഗത്ത് AI ടീച്ചിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപനത്തിൽ AI ടൂളുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന്
പഠിപ്പിക്കുന്ന കോഴ്സാണ് AI ടീച്ചിങ് കോഴ്സുകൾ. വളരെ പ്രധാനമാണ്. ഇനിയുള്ള കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമാണ് അല്ലെ. അപ്പൊ നമ്മൾ അതും പഠിച്ചിരിക്കാം. ഇവിടെയും ഉണ്ട് നമുക്ക് കരിയർ സാധ്യതകൾ. എന്തൊക്കെയാണ്? ഡിജിറ്റൽ എഡ്യൂക്കേറ്റർ ആകാം, അതുപോലെ ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റർ ആകാം, എഡ്ടെക് കൺസൾട്ടന്റ് ആകാം. നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി വീട്ടിലിരുന്ന് ഇത് ചെയ്യാൻ സാധിക്കുമോ? ഇതും വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും. ആകർഷകമായ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയലുകളും അതുപോലെ PPTകളും വേഗത്തിൽ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും, വീട്ടിലിരുന്ന് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തമായി കോഴ്സുകൾ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിൽക്കാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടില്ലേ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസും നോട്ട്സും ഒക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? അതാണ് കേട്ടോ. മറ്റ് അധ്യാപകർക്ക് AI ടൂളുകൾ ഉപയോഗിക്കുന്നതിനുള്ള ട്രെയിനിങ്ങും നൽകാൻ സാധിക്കും. കുറേ അധികം അധ്യാപകർക്ക്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അധ്യാപകർക്കൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ അറിവ് കുറവായിട്ടുള്ള വ്യക്തികളുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പോ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ആധുനികമായ അധ്യാപന രീതിയിലേക്ക് മാറാനും ഇത് സഹായിക്കും കേട്ടോ. ഇനി വീട്ടിലിരുന്ന് കരിയർ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മികച്ച പ്ലാറ്റ്ഫോം കണ്ടെത്തണം. നമ്മൾ ഈ പറഞ്ഞതെല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് അല്ലെ. മോണ്ടിസോറി TTC, യോഗ TTC, അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ AI ടീച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം, ഈ കോഴ്സുകളെല്ലാം പാസ്സായതിനു ശേഷം വെറുതെ വീട്ടിലിരുന്ന കാര്യം നടക്കോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു മികച്ച പ്ലാറ്റ്ഫോം കണ്ടെത്തണം. അപ്പോൾ ഒരു മികച്ച പ്ലാറ്റ്ഫോം കണ്ടെത്തുക. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഫ്രീലാൻസ് സൈറ്റുകളിലോ സോഷ്യൽ മീഡിയ അല്ലെ, സോഷ്യൽ മീഡിയയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. അതുവഴിയോ നിങ്ങളുടെ സർവീസ് ആരിലേക്ക് എത്തിക്കാൻ സാധിക്കും? നമുക്ക് ജനങ്ങളിലേക്ക്, പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് മാത്രം മതിയോ? വ്യക്തിമുദ്ര പതിപ്പിക്കണം. പേഴ്സണൽ ബ്രാൻഡിങ്, അതാണ് അവിടെ പ്രധാനം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ആളുകളിൽ വിശ്വാസ്യത വളർത്തിയെടുക്കണം. അതവിടെ പ്രധാനമാണ്. വിശ്വാസ്യത, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവിടെ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തില്ല അല്ലെ. നോക്കൂ, ഇനി തുടർച്ചയായ പഠനം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിലെ ഏത് മേഖലയോ ആയിക്കോട്ടെ, പുതിയ മാറ്റങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ പഠനം എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ശരിയായ കോഴ്സ് തിരഞ്ഞെടുത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം, ഏതിനൊപ്പമാണ്? വീട്ടിലെ കാര്യങ്ങൾക്കൊപ്പം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം തന്നെ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള, പ്രധാനമാണ് ആ രണ്ട് കാര്യങ്ങളും. വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ, അഭിമാനം അല്ലെ. നമ്മളെല്ലാവരും സ്വയം അഭിമാനിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അപ്പൊ സ്വയം അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു കരിയർ നിങ്ങൾക്കും കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 ആണല്ലോ എന്ന് കരുതി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയല്ല വേണ്ടത്. പുതിയ കോഴ്സുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റികൾ ഇനിയും കണ്ടെത്താൻ സമയമുണ്ട്. അപ്പൊ നമുക്കിവിടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്, CCയിൽ ഉണ്ട് കേട്ടോ. കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ യോഗ TTC പഠിക്കാൻ സാധിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, AI ടൂൾസ് ഉണ്ട്, AI ടീച്ചിങ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ കൃത്യമായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.